നിങ്ങൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടോ? ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ NRI അക്കൗണ്ടോ എന്തുമാകട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2,20,000 കോടി രൂപ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉടമസ്ഥരില്ലാതെ കിടക്കുന്നു എന്നർത്ഥം. അതായത് അക്കൗണ്ട് ഹോൾഡർ ഇല്ല. അക്കൗണ്ട് ഹോൾഡർ മരണപ്പെട്ടു പോയി. ഈ തുക ആരെ ഏൽപ്പിക്കണമെന്ന് ബാങ്കിന് അറിയില്ല. മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റുകളിലും ഓഹരി വിപണികളിലെ ട്രേഡിങ്ങിലും എല്ലാം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷേ ഈ ക്യാഷ് നാളെ ആ ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ആ ആളുടെ ആബ്സെൻസിൽ, ആ ആൾ അവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പണം ആളുടെ ഭാര്യക്കോ അല്ലെങ്കിൽ പാരൻസിനോ മക്കൾക്കോ ആർക്ക് കൈമാറണം എന്നതിന് കൃത്യമായ രേഖകൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് നമ്മൾ എടുത്തു വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വ്യക്തമായി പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ ഹാർഡ് ഏൺഡ് അസറ്റ്, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായിരിക്കുന്ന സ്വത്ത് സമ്പാദ്യം എങ്ങനെ നിങ്ങൾക്ക് അടുത്ത തലമുറയിലോട്ട് ശരിയായ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടാമെന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ പേപ്പറില്ല ഈ പേപ്പറില്ല എന്ന് പറഞ്ഞിട്ട് എത്ര നടത്തം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് വളരെ സ്മൂത്തായിട്ട് നമ്മുടെ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചില രേഖകൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രിപ്പയർ ചെയ്ത് ആവശ്യമായ അറ്റസ്റ്റേഷനും കാര്യങ്ങളും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ ഈ പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്ത് വെച്ച് നിങ്ങളുടെ സാഹചര്യം, ഞാൻ ഈ പറയുന്ന സിറ്റുവേഷനിൽ എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഹിറ്റാകും. ആ സമയത്ത് ആ കൃത്യമായ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ എത്രയും നേരത്തെ ഇത് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് തുടങ്ങാം. വാട്ട് ഹാപ്പൻസ് ടു യുവർ ഇൻവെസ്റ്റ്മെന്റ് ആഫ്റ്റർ യു ആർ നോട്ട് ദെയർ അറ്റ് ഓൾ? എന്ത് സംഭവിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക്? നമുക്കൊരു ഉദാഹരണ സഹിതം കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഫാമിലിനെ എടുത്തിട്ടുണ്ട്. അഭിഷേക്, പ്രിയ എന്ന് പറയുന്നൊരു ഫാമിലി. അവർ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇന്ത്യയിൽ നിൽക്കുന്ന ആരാണ്, ഇന്ത്യൻ ബേസ്ഡ് ആണ്, ഇന്ത്യൻ റെസിഡൻ്റ് ആണ്, ഇന്ത്യയിൽ താമസിക്കുന്നവരാണ്, ഒരു ചെന്നൈ ബേസ്ഡ് ഫാമിലിയാണെന്ന് ആലോചിക്കാം. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ജോസഫ് ആൻഡ് റാണി എന്ന് പറയുന്ന രണ്ടാമതൊരു ഫാമിലി ഉണ്ട്. അവർ UAE താമസിക്കുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ആണ്, UAE താമസിക്കുന്നത്. അപ്പോൾ അഭിഷേകും പ്രിയയും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ജോസഫും റാണിയും NRIs ആണ്. അപ്പോൾ ഈ 2 ഫാമിലിക്കും പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു NRI ആയിരിക്കാം. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾക്ക് എങ്ങനെയാണെന്നും ഒരു NRIക്ക് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ കേസ് പറയാം. പ്രിയ ഉണ്ട്, റാണി ഉണ്ട്. പ്രിയന്റെ ഹസ്ബൻഡാണ് ഈ പറഞ്ഞ അഭിഷേക്. അഭിഷേക് പ്രിയ ഫാമിലി ഇന്ത്യയിലുള്ളവരാണ്. ഇവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് അഭിഷേക് മരണപ്പെട്ടു പോയി, അഭിഷേകിന്റെ വൈഫാണ് പ്രിയ, അഭിഷേകിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ജോസഫ് ഉണ്ട്, ജോസഫ് NRI ആണ്, ദുബായിലാണ് ജോസഫിന്റെ റെസിഡൻഷിപ്പ്. പക്ഷെ ജോസഫിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ഇവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഇവർക്കുള്ളത് ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മ്യൂച്വൽ ഫണ്ടിലും ഷെയർ മാർക്കറ്റിലും ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. മറ്റ് ഇതര ഡെപ്പോസിറ്റുകളും ഉണ്ടെന്ന് ആലോചിക്കാം. ഈ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളിലും ബാങ്കുകളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലും എല്ലാം തന്നെ ഇവർ കൃത്യമായിട്ട് നോമിനി കൊടുത്തിട്ടുണ്ട് എങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നോമിനി കൊടുത്ത കേസസിൽ ഇവരുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോമിനി രജിസ്ട്രേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രിയ അല്ലെങ്കിൽ റാണി ഇവരുടെ വൈഫ്മാരാണ് ഇവിടെ നിൽക്കുന്നത്. ഹസ്ബൻഡ് മരണപ്പെട്ടു പോയ കേസസിൽ ആദ്യം ചെയ്യേണ്ടതാണ് ഇവിടെ പറയുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ്
ഇവരുടെ ഭാര്യമാരെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മുനിസിപ്പാലിറ്റി വഴിയെല്ലാം നമുക്കിത് നേടിയെടുക്കാനായിട്ട് പറ്റും. ഡെത്ത് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തതിന് ശേഷം ഇവർക്ക് എവിടെയാണോ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്, ആ ബാങ്ക് ആകട്ടെ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആവട്ടെ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലുള്ള ബ്രോക്കർ ആവട്ടെ, NSE BSE ബ്രോക്കറുകളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സെറോദ ഗ്രോ പോലത്തെ ബ്രോക്കേഴ്സ് ആവട്ടെ, ഈ ബ്രോക്കേഴ്സിനെ നിങ്ങൾ ഇൻഫോം ചെയ്യണം. ഇങ്ങനെ മരണപ്പെട്ടു, നിങ്ങൾ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ നോമിനി ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന ഫോമിന്റെ പേരാണ് ട്രാൻസ്ഫർ ഫോം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ട്രാൻസ്ഫർ ഫോം അവർ നിങ്ങൾക്ക് തരും. ട്രാൻസ്ഫർ ഫോമിൽ നിങ്ങൾ കൃത്യമായ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് മെയിനായിട്ട് വരുന്നത്. അവരുടെ ഡിമാറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസും നിങ്ങൾക്ക് വേണം. ഇതുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ബ്രോക്കർ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഈ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ അസറ്റുകൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലോട്ട് വരും. ഇവിടെ നോക്കേണ്ടത്, ഈ ഒരു പ്രോസസ്സിന് എടുക്കുന്ന ഏകദേശ സമയം എന്ന് പറയുന്നത് 2 തൊട്ട് 6 ആഴ്ച വരെ സമയമാണ്. ഒരു കോസ്റ്റും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. 100% ഇതിൽ നിന്നുള്ള ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരും. ഒരു കോടതി ഇടപാടുകളും ഈ കേസസിൽ വരുന്നില്ല. വളരെ സ്മൂത്താണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ നോമിനി രജിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ. ചില കേസുകളിൽ നോമിനി രജിസ്ട്രേഷൻ ഇല്ലാത്ത കേസുകൾ വരും. അതാണ് നമ്മുടെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നോമിനി രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. പല സാഹചര്യങ്ങളും കാണാറുണ്ട്. നമുക്ക് കോർപ്പറേറ്റ് ബാങ്കിൽ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ ചില ബാങ്കുകളൊക്കെ നമ്മൾ നോമിനീസ് കൊടുക്കാതെ വിട്ടുപോകും. പക്ഷേ ഷെയർ മാർക്കറ്റുകളിലൊക്കെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് നോർമൽ ഗതിയിൽ ഇപ്പം നോമിനേഷൻ നിർബന്ധമാണ്. നോമിനേഷൻ കൊടുത്തിട്ടേ അതിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത ചില ബാങ്കുകൾ നോമിനേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണ് ഇതിന്റെ പ്രോസസ്സ്? നേരത്തെ പറഞ്ഞ പോലെ ഭർത്താക്കന്മാർ മരണപ്പെട്ട കേസിൽ പ്രിയ, റാണി എന്ന് പറയുന്ന ഇവരുടെ വൈഫ്മാര് ആദ്യം ചെല്ലേണ്ടത്, ഇവരുടെ കയ്യിൽ ഇവർക്ക് വേണ്ടത് ഒരു ലോയറെ പോയി കാണുക എന്നുള്ളതാണ്. കാരണം ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു, ഇവർക്ക് പ്രൂവ് ചെയ്യണം ഇവർക്കാണ് ഈ സ്വത്ത് വരേണ്ടത് എന്നുള്ളത് ഇവർക്ക് പ്രൂവ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സിവിൽ കേസുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ലോയറെ ഹയർ ചെയ്യുക. ലോയറെ ഹയർ ചെയ്തിട്ട് നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്യണം. അത് സിവിൽ കോർട്ടിലായിരിക്കണം ആ പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ആ പെറ്റീഷൻസിൻ്റെ അതിൻ്റെ ഹിയറിംഗ് പ്രോസസ്സുകൾ നടക്കും. അതായത് നിങ്ങൾ ഭാര്യയാണെന്ന് പ്രൂവ് ചെയ്യണം, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യണം, അതുപോലെ നിങ്ങൾക്ക് ലീഗൽ ഹെയർഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, പാരൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അറിയാലോ, നമ്മുടെ നാട്ടിലൊരു കേസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എത്ര കാലം എടുത്തിട്ടാണ് ആ കേസ് തീരുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാലം നടക്കേണ്ടി വരും. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ക്യാഷ് ഫുള്ളായിട്ട് ഭാര്യയ്ക്ക് കിട്ടില്ല. നമ്മുടെ ക്യാഷ് നമ്മുടെ പാരൻസിനും നമ്മുടെ മക്കൾക്കും അതേപോലെ നമ്മുടെ ഭാര്യയ്ക്കും ആയിരിക്കും ഇത് സ്പ്ലിറ്റ് ആകുന്നത്. ഇത് എങ്ങനെയാണ് ഇന്ത്യയിൽ സ്പ്ലിറ്റ് ആകുന്നത്? ഇന്ത്യയിലെ നിയമപ്രകാരം ഇത് സ്പ്ലിറ്റ് ആകുന്നത് ഹിന്ദു ലോ ഫോർമുലയാണ് ഇന്ത്യയിൽ വർക്കാകുന്നത്. ഞാൻ ഈ ചാർട്ടിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് കാണാം, വൈഫ് ഉണ്ട്, ഒരു സൺ ഉണ്ട്, ഒരു ഡോട്ടർ ഉണ്ട്, ഒരു മകനും ഒരു മകളും അച്ഛനും അമ്മയും ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കോടതിയുടെ നിയമപ്രകാരം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ടിന്റെ ഓരോരുത്തർക്കും 20% 20% 20% വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇനി സെക്കൻഡ് കേസ്, പാരൻസ് ഇല്ല എന്ന് വിചാരിക്കാം. വൈഫും മകനും മകളും മാത്രമാണ് ഉള്ളതെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് 33% വെച്ചിട്ട് വരും. ഇനി വൈഫും മദറും ഫാദറും ആണ് ഉള്ളത്, മക്കളില്ല എങ്കിൽ വീണ്ടും 33% വെച്ചിട്ട് വരും. ഇനി വൈഫ് മാത്രമേ ഉള്ളൂ, അവരുടെ പാരൻസ് മരണപ്പെട്ടു പോയി, ഇല്ല അവരില്ല, മക്കളില്ല എങ്കിൽ വൈഫിനായിരിക്കും പൂർണ്ണ തുക കിട്ടുന്നത്. ഇല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും ഈ തുക വിഭജിച്ചു പോകും. അതേസമയം നിങ്ങൾ നോമിനി ആയിട്ട് ആരെയാണോ വെച്ചിട്ടുള്ളത് അവർക്ക് എത്ര പെർസെൻറ്റേജ് ആണോ നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ ആ തുക അവർക്ക് പൂർണ്ണമായി കിട്ടും. നോമിനി വെച്ചിട്ടില്ല എങ്കിൽ ഹിന്ദു ലോ പ്രകാരം കോടതിയുടെ റൂൾ പ്രകാരമായിരിക്കും ഈ നിയമം, ഈ വിധി വരാൻ പോകുന്നതും നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതും ഇത്തരത്തിലായിരിക്കും. അപ്പോൾ ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ NRIസിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് കൂടി നോക്കാം. അടുത്ത കേസിലോട്ട് നമ്മൾ പോകുന്നു. നമുക്ക് ഇന്ത്യയിൽ നിൽക്കുന്നു അഭിഷേകിന്റെ ഫാമിലി പുറമെ ഉള്ള അമേരിക്കൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ചൈന മാർക്കറ്റിലോ ജാപ്പനീസ് മാർക്കറ്റിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക.
ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള ഒരു ബ്രോക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫസ്റ്റ് ലിങ്ക് കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് നോമിനി ഫില്ല് ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെ ഇല്ല ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സിൽ. ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സിൽ ബ്രോക്കർ ഓപ്പൺ ചെയ്ത ആൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രോക്കറിന് അയച്ചു കൊടുക്കേണ്ട ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് വിൽ ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അതിനെ വിൽ പത്രം എന്ന് പറയും. ഈ വിൽ പത്രം നമ്മൾ നിർബന്ധമായിട്ടും തയ്യാറാക്കി ഇരിക്കണമെന്നുള്ള മസ്റ്റാണ്. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ സഹിതം. ഒരു $10,000 ഓവർസീസ് പുറം രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ലാൻഡ് ആവാം, പ്രോപ്പർട്ടി ആകാം, വേറെ എന്തോ ആകാം, രീതികളിൽ ഇന്ത്യ വിട്ട് പുറം രാജ്യത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളൊരു വിൽ പത്രം തയ്യാറാക്കി വെച്ചിരിക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത്. എങ്ങനെയാണ് വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ? മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അഭിഷേകിൻ്റെ വൈഫാണ് പ്രിയ. അഭിഷേകിന് ഇന്ത്യക്ക് പുറത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. പ്രിയ ഈ വിൽപത്രത്തിൻ്റെ പ്രൊബേറ്റ് ചെയ്യുമെന്ന് പറയും. അതായത് ഇന്ത്യയിൽ ചെന്നിട്ട് നമ്മുടെ ഹൈക്കോർട്ട് മുഖാന്തരം അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ കോടതി മുഖാന്തരം നമ്മൾ കൊടുത്തിട്ടുള്ള വിൽ പത്രം നമ്മൾ കോടതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വഴി ഈ വിൽ പത്രത്തിനെ പ്രൊബേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് കോടതി അതിനെ ആ വിൽപത്രത്തിന്റെ സാധ്യതകൾ പരിശോധിക്കും. അത് കൃത്യമായ രീതിയിലാണോ വിൽപത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വിൽപത്രം ഉണ്ടാക്കുന്ന സമയത്ത് 2 സാക്ഷികൾ നോർമലി വേണം. അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ, എന്നിട്ട് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് എല്ലാം കൊടുക്കും. ഇതിന് വേറെ അവകാശികളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള വിൽപത്രം സത്യസന്ധമാണോ എന്ന് കോടതി ചെക്ക് ചെയ്യും. സത്യസന്ധമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ അപ്പോസ്റ്റീൽ ചെയ്യണം. അതായത് വിൽപത്രം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ടാക്കും. നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ വിൽപത്രം നമ്മൾ കോടതിയിൽ പോയിട്ട് പ്രൊബേറ്റ് ചെയ്യണം. പ്രൊബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് അപ്പോസ്റ്റീൽ ചെയ്യാൻ. അപ്പോസ്റ്റീൽ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, MEA എന്ന് പറയും. ഇങ്ങനെ ഒരു അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റി ഡൽഹിയിലാണ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ ഡോക്യുമെന്റ്സും നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും ആവശ്യമുള്ളതൊക്കെ നമുക്ക് നോർമൽ ഗതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ അറ്റസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു അതോറിറ്റിയാണ് MEA എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ പ്രൊബേറ്റ് നമ്മളൊന്ന് അറ്റസ്റ്റ് ചെയ്യണം. അതായത് പുറത്ത് നമ്മുടെ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇന്ത്യയിലെ ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഫോറിൻ അഫയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനെ സാക്ഷ്യപ്പെടുത്തിയ പത്രമായിരിക്കണം. അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് ലോകമെമ്പാടും ഒരു വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്രോക്കറിന് നമ്മൾ അയച്ചു കൊടുക്കുക. അതായത് MEA അറ്റസ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ ബ്രോക്കറിന് അയച്ചു കൊടുക്കുക. നമ്മൾ IBKR ബ്രോക്കർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത് വളരെ വലിയൊരു ബ്രോക്കറാണ്. ഈ ബ്രോക്കറിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ അസറ്റുകൾ ഇവർ നമ്മളെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും. അത് നമുക്ക് ഒന്നുകിൽ ക്യാഷ് ആയിട്ട് എടുക്കാം. ഇനി മറ്റു രീതിയിലുള്ള അസറ്റുകൾ ഇപ്പോൾ നമ്മളെ ലാൻഡോ മറ്റു കാര്യങ്ങളാണെങ്കിൽ ആ രീതിയിൽ നടത്താം. സ്റ്റോക്കോ മറ്റു കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിന് നോർമലി ചിലവ് എന്ന് പറയുന്നത് ഒരു വിൽപത്രം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2000 തൊട്ട് 5000 രൂപ വരെയായിരിക്കും ചിലവ് വരുന്നത്. പക്ഷേ ആ ചിലവ് വളരെ വലിയൊരു ചിലവായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ വലിയൊരു വെൽത്ത് ഉണ്ടെങ്കിൽ ഈ 2000, 5000 എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 10 ലക്ഷമെങ്കിലും ഒരു സ്വത്തുള്ള ഒരാളാണെങ്കിൽ ഇതൊന്നുമല്ല എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവർക്ക് നോമിനി ഉണ്ടാവില്ല. വിൽപത്രം തയ്യാറാക്കി വെക്കാൻ മറക്കരുത്. ഇനി അടുത്ത കേസിൽ നമുക്ക് ഓവർസീസിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബായിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഇല്ലെങ്കിൽ വേറെ ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് പുറം രാഷ്ട്രത്തുണ്ട്, അല്ലെങ്കിൽ പുറം രാഷ്ട്രത്തെ കമ്പനികളിൽ നമ്മൾ ഷെയർ മാർക്കറ്റ് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ വിൽപത്രം തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണ്, നമ്മുടെ അക്കൗണ്ട് നമ്മുടെ മരണ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രോക്കർ നമ്മുടെ അക്കൗണ്ട് ഉടനെ ഫ്രീസ് ചെയ്യും. വേറെ ആർക്കും പിന്നെ അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഉടനെ ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രോപ്പർട്ടി ആർക്ക് കൈമാറണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് സക്സഷൻ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് കോർട്ട് മുഖാന്തരമാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അത് എടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെന്റ് പുറം രാഷ്ട്രങ്ങളിൽ വാലിഡ് ആവണമെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് MEA അറ്റസ്റ്റേഷൻ ചെയ്യണം, അപ്പോസ്റ്റീൽ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എസ്പെഷ്യലി സക്സഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി, അറ്റസ്റ്റേഷൻ കിട്ടി കഴിയുന്നത് ഒരു കോർട്ട് മുഖാന്തരം പോകുമ്പോൾ
നമുക്ക് വിൽപത്രം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ ഫാസ്റ്റാണ്. വിൽപത്രം ഇല്ലെങ്കിൽ ഈ ടൈം വളരെ കൂടുതൽ. ഈ സമയത്ത് ഒരു പക്ഷേ മാർക്കറ്റ് വളരെ താഴ്ന്നു പോകാം, കയറിയും പോകാനുള്ള ചാൻസ്. മാർക്കറ്റ് മൂവ്മെൻറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ സമയം ഈ ഒരു പ്രോസസ്സിന് വേണ്ടി എടുക്കും. ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊടുത്തിട്ടുള്ള കൺട്രി, റെസിഡൻസ് ഓഫ് കൺട്രി എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ പൈസ അതിന് എക്രോസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ആകും. അതായത് നമുക്ക് നോമിനി ഇല്ല, വിൽപത്രം എഴുതി വെച്ചാൽ ആ ആൾക്കാർക്ക് കിട്ടുക. വിൽപത്രം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പാരൻസും മക്കളും വൈഫും എല്ലാം ഉണ്ടെങ്കിൽ ഇവർക്കിടക്കായിരിക്കും ഈ തുക സ്പ്ലിറ്റ് ആകുന്നത്. മിക്ക ആളുകളും ഇന്ന് ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗ് വളരെ ട്രെൻഡിങ് ആയിട്ട് എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇന്റർനാഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി US മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് നിൽക്കണം. കാരണം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു നേച്ചറോ ഒരു സിസ്റ്റമോ റൂളോ അല്ല അതിലെന്ന് പറയുന്നത്. സിമ്പിൾ എക്സാമ്പിൾസ് ആയിട്ട് എടുത്തിട്ട് കാര്യങ്ങൾ പറയാം. US സ്റ്റോക്സുകളിൽ നോർമലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് US ETF ഉണ്ട്, വാൻഗാർഡിൻ്റെ VOO എന്ന് പറയും, നാസ്ഡാക്കിൻ്റെ QQQ എന്നൊക്കെ പറയുന്ന ETFകൾ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, $60,000 മുകളിലുള്ള തുകക്ക് 40% എസ്റ്റേറ്റ് ടാക്സ് US വരുത്തും. അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ടാക്സ് ഒഴിവാക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ഐറിഷ് ഡോമിസൈൽ ETF ചൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നേരിട്ട് പോയിട്ട് നമ്മുടെ ബ്രോക്കറിൽ, അപ്പോൾ കൂടുതൽ ആളുകൾക്ക് മിക്ക ബ്രോക്കറുകളും ഈ ഫെസിലിറ്റി കൊടുക്കുന്നത് കാരണം യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കുറേ പേര് കേട്ടിട്ട് സെർച്ച് ചെയ്തിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യും ഡോളറിൽ. ഇപ്പോൾ VO പോലത്തെ വാൻഗാർഡ് പോലത്തെ ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ US-ന്റെ എസ്റ്റേറ്റ് ടാക്സ് 40% വരും. നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 40% അങ്ങോട്ട് കട്ടാവും. വളരെ വലിയ ടാക്സ് ആണത്. അത് ഒഴിവാക്കണമെങ്കിൽ ഐറിഷ് ഡൊമിസൈൽ ആയിട്ടുള്ള ETFകൾ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ പുറം രാഷ്ട്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എസ്റ്റേറ്റ് ടാക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത കേസിലോട്ട് കടക്കാം. നേരത്തെ പറഞ്ഞ ജോസഫും റാണിയും താമസിക്കുന്നത് UAE-യിലാണ്. UAE-യിലെ സാക്സോ ബാങ്കിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ UAE-യിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നാളെ ജോസഫ് മരണപ്പെട്ട് കഴിഞ്ഞാൽ റാണിക്ക് ഈ തുക എങ്ങനെ തിരിച്ചു കിട്ടും? ഇവിടെ നമുക്ക് ഇന്ത്യയിലെ നോമിനേഷൻ ഉള്ളതുപോലെ തന്നെയാണ് ദുബായിലെ DIFC വിൽ, അതായത് DIFC വിൽ പത്രം നമ്മൾ തയ്യാറാക്കണം. DIFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ. ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വിൽ പത്രം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UAE ബാങ്ക് അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ നോമിനിക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാൻ ആ നോമിനി എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നില്ല, കാരണം നോമിനി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, പുറം രാജ്യത്ത് ആ കോൺസെപ്റ്റ് ഇല്ല. ദുബായിലാണെങ്കിൽ DIFC വിൽപത്രം തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ജോസഫ് ആരാണോ മരണപ്പെട്ടത്, അപ്പോൾ ജോസഫിനോ അല്ലെങ്കിൽ റാണി മരണപ്പെട്ടിട്ടെങ്കിൽ ജോസഫിന്റെ പേരിലാണോ DIFC തയ്യാറാക്കിയിട്ടുണ്ട് എന്നെങ്കിൽ ഈ DIFC പ്രൊബേറ്റിന് വേണ്ടി എപ്പോഴും കോർട്ടിലോട്ട് സബ്മിറ്റ് ചെയ്യണം. നേരത്തെ ഇന്ത്യയിലും ഇതേ സിസ്റ്റമാണ്, പ്രൊബേറ്റ് ചെയ്തെടുക്കണം. കോർട്ടിലോട്ട് ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, ഈ പ്രൊബേറ്റ് കിട്ടിയ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് സാക്സോ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കിലോട്ട് ഈ ഡോക്യുമെന്റ് നിങ്ങൾ കൈമാറുക. ബ്രോക്കർ ഉണ്ടെങ്കിൽ, അതായത് ദുബായ് ബേസ്ഡ് ബ്രോക്കർ ഉണ്ടെങ്കിൽ അവർക്കും ഇത് കൈമാറുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങളുടെ കയ്യിലോട്ട് ഈ തുക നിങ്ങളുടെ കയ്യിലോട്ട് തിരിച്ച് അവർ വരും. അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദുബായിൽ ടാക്സ് ഇല്ല. ഏകദേശം 2 തൊട്ട് 4 മാസം വരെയാണ് ഈ പ്രോസസ്സ് എടുക്കുന്നത്. DIFC വിൽപത്രം തയ്യാറാക്കാൻ ഏകദേശം ഒരു 2000 ദിർഹത്തിന്റെ ഒരു ചെലവ് വരും. പക്ഷെ അത് വൺ ടൈം വർക്കാണെന്ന് ഓർത്തു വെക്കുക. ഇനി UAE ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആകാം. പക്ഷേ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിൽപത്രം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് നോക്കാം എന്താണ്. മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ഉടനെ തന്നെ, നിങ്ങൾ അവിടെ വെച്ചാണ് മരണപ്പെടുന്നതെങ്കിലും ഇന്ത്യയിൽ വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാലും ഈ ഇൻഫർമേഷൻ അവർക്ക് ഉടനെ എത്തിച്ചേരും. അവർ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യും. എന്നാൽ ദുബായ് സിസ്റ്റം അറിയാം, ഒരു അറബ് രാഷ്ട്രമാണ്. അവിടുത്തെ റൂൾസ് എന്ന് പറയുന്നത് ശരിയ നിയമപ്രകാരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ശരിയ കോർട്ടിന്റെ നിയമപ്രകാരമായിരിക്കും ഓരോരുത്തർക്കും എത്ര എമൗണ്ട് കിട്ടണമെന്ന് തീരുമാനിക്കുന്നതും അതനുസരിച്ച് ഈ എമൗണ്ടുകൾ സ്പ്ലിറ്റ് ചെയ്യും. അതിൽ ഭാര്യയ്ക്കൊരു പെർസെൻറ്റേജ് ഉണ്ടാവാം, കുട്ടികൾക്കൊരു പെർസെൻറ്റേജ് ഉണ്ടാവാം, അങ്ങനെയായിരിക്കും. എങ്ങനെയാണ് ശരിയാ നിയമം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. വൈഫും 2 മക്കളുള്ള ഒരു കേസാണെങ്കിൽ ഇതായിരിക്കും വരുന്നത്. ഫാദറിന് ഇത്ര കിട്ടുന്നു, അതേപോലെ മദറിന് ഇത്ര കിട്ടുന്നു, സണ്ണിന് ഇത്ര കിട്ടുന്നു, ഡോക്ടറിന് ഇത്ര കിട്ടുന്നു. ഇനി വൈഫ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ബാക്കി വൈഫിന് അവിടെ കിട്ടുന്നത് 25%. ബാക്കി
എക്സ്റ്റൻഡഡ് റിലേറ്റീവ്സിനായിരിക്കും ബാക്കി എമൗണ്ട് പോകുന്നത്. ഇനി വൈഫ് ഉണ്ട് എന്നാൽ ഫാദറും മദറും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈഫിന് 25%, ഫാദറിന് 58%, മദറിന് 16%മാണ് കിട്ടുന്നത്. ഇനി പാരൻസ് ഇല്ല, വൈഫും മകനും മകളുമാണ് ഉള്ളതെങ്കിൽ മക്കൾക്ക് പോകുന്നത് ടോട്ടലായിട്ട് മകന് പോകുന്നത് 58%, മകൾക്ക് പോകുന്നത് 29%, റാണി വൈഫിന് പോകുന്നത് 12% ആയിരിക്കും. അപ്പൊ ശരിയാ നിയമപ്രകാരമുള്ള സ്പ്ലിറ്റപ്പ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അല്ലാതെ നമ്മളവിടെ വിൽപത്രം എഴുതി വെക്കാത്തത് കാരണം ആ എമൗണ്ട് ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ട് കോടതി ഒരിക്കലും കൊടുക്കില്ല എന്ന് ഓർക്കുക. ഇപ്പോൾ നിങ്ങൾ NRI ആണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ്, പുറം രാഷ്ട്രത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ്, ദുബായ് പോലത്തെ ഗൾഫ് കൺട്രീസുകളിലെ ഇൻവെസ്റ്റ്മെന്റ്സുകൾ ഉണ്ടെങ്കിൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഉടനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടോ, ഇൻഷുറൻസുകൾ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടോ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടോ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടോ, ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ നോമിനി രജിസ്ട്രേഷൻ ആഡ് ചെയ്ത് വെക്കുക. ഏറ്റവും പവർഫുൾ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ഒരു വിൽ പത്രം തയ്യാറാക്കി 2 സാക്ഷികൾ സഹിതം സൈൻ ചെയ്ത് ആ ഡോക്യുമെന്റ് പറ്റുമെങ്കിൽ നിങ്ങൾ ലോക്കറിൽ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ വിൽ പത്രത്തിൽ അധികാരപ്പെട്ട ആളുകൾക്ക് ഈ നിങ്ങളുടെ മരണശേഷം പ്രൊബേറ്റും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സർട്ടിഫിക്കേഷനും കഴിഞ്ഞ് 2, 3, 4 മാസം കൊണ്ട് ആ തുക പൂർണ്ണമായിട്ടും അവർക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഓർക്കുക. എന്നാൽ ഇനി നിങ്ങൾ ഓവർസീസിലാണ് ഇൻവെസ്റ്റ്മെന്റ്സ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് വിൽ പത്രം തയ്യാറാക്കി എടുക്കുക എന്നുള്ളത്. ഈ വിൽ പത്രത്തിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ബ്രോക്കറിന്റെ നമ്പർ എഴുതണം. ഇപ്പോൾ IBKR ബ്രോക്കറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസുകൾ അവിടെ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ US ഡോമിസൈൽ ആയിട്ടുള്ള ETF ഒഴിവാക്കി ഐറിഷ് ഡോമിസൈൽ ETFകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിൽപത്രം MEA അറ്റസ്റ്റേഷൻ നടത്തുക. എന്നിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണശേഷം ഈ ഡോക്യുമെന്റ് പ്രൊബേറ്റും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സർട്ടിഫിക്കേഷൻസും സഹിതം നമുക്കിത് അയച്ചു കൊടുത്തിട്ട് ട്രാൻസ്ഫർ എടുക്കാനായിട്ട് പറ്റുന്നതുമാണ്. ഇനി മൂന്നാമത്തെ കേസ്, നിങ്ങൾക്ക് ദുബായ് പോലത്തെ GCC കൺട്രീസിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ DIFC റെക്കമെൻഡഡ് വിൽപത്രം നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നോർമലി DIFC.ae/wills എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. 2000 തൊട്ട് 3000 ദിർഹമൊക്കെ വരെയാണ് അതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പോലും ഇത് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ അസറ്റ് ട്രാൻസ്ഫർ ഇന്റർനാഷണൽ ബ്രോക്കറിന്റെ കേസസിലാണെങ്കിലും ദുബായ് ബ്രോക്കറിന്റെ കേസസിലാണെങ്കിലും ട്രാൻസ്ഫേഴ്സ് വളരെ ഈസി ആയിരിക്കും എന്ന് ഓർക്കുക. നമ്മുടെ കാലശേഷം നമ്മുടെ സ്വത്തുക്കൾ അനാഥപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ചില മുൻകരുതലുകൾ എടുത്തേ പറ്റൂ. ആ മുൻകരുതലുകളെ കുറിച്ച് നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും NRI ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ്സിന്റെ കോപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഡോക്യുമെന്റിന്റെ പകർപ്പ് ആ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു 100% ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ച മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.